ഹായ് ഡിയേഴ്സ്, ഏവർക്കും ടോസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന മിഡ് ടേം എക്സാമിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു സെഷനാണ്. ഇതിൽ പ്രധാനമായിട്ടും ഈ വരാൻ പോകുന്ന HSST കൊമേഴ്സ് എക്സാമിൻ്റെ ചില ഹോട്ട് ടോപ്പിക്സുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതും മൊഡ്യൂൾ 6 ബേസ് ചെയ്തുകൊണ്ടുള്ള. അപ്പോൾ മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. ഏകദേശം 7 മാർക്കോളം ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ NVT സിലബസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇതിലെ ഹോട്ട് ടോപ്പിക്സുകൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഹോട്ട് ടോപ്പിക്സ് ടൈറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു എക്സാമിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ സമയം കണ്ടെത്തി പഠിക്കേണ്ടതുമായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ഹോൾഡിംഗ് കമ്പനീസ്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, അക്കൗണ്ടിംഗ് ഫോർ ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016, വോയേജ് അക്കൗണ്ട്സ്, ഇന്നോവേറ്റീവ് അക്കൗണ്ട്സ്. അപ്പോൾ ഈ ഒരു സിലബസ്, അതായത് നമ്മുടെ HSST കൊമേഴ്സിൻ്റെ സിലബസ് പരിശോധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഏറിയ പങ്കും പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അത്യാവശ്യം പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിച്ചു പോകേണ്ട ഈ ടോപ്പിക്സുകൾ നിങ്ങൾ എക്സാമിന് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ആദ്യത്തെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് നോ പ്രോഫിറ്റ് ആൻഡ് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. കൺസർവേറ്റിസം കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ബെറ്റർ എക്സാമ്പിളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റുകളൊന്നും തന്നെ അക്കൗണ്ടിങ് റെക്കോർഡ്സിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. പക്ഷെ വരാൻ സാധ്യതയുള്ള ലോസുകളെല്ലാം തന്നെ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. അപ്പോൾ പ്ലേയിങ് സേഫ് എന്നൊക്കെ പറയുന്നതിനൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അക്കൗണ്ടിങ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി കൺസർവേറ്റിസം കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ പ്രൊവിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഭാവിയിൽ ഇത്രത്തോളം ലോസ് ഉണ്ടാകും, ആ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, പ്രൊവിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺസർവേറ്റിസം പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. ഇനി ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത് ബിസിനസ്സും ബിസിനസ്മാനും സെപ്പറേറ്റ് ആണ്. അതുകൊണ്ടാണ് ബിസിനസ്മാൻ കൊണ്ടുവരുന്ന ക്യാപിറ്റലിനെ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തായിട്ട് കണക്കാക്കുന്നത്, ഒരു ലയബിലിറ്റി അല്ലെങ്കിൽ ഒരു ബാധ്യതയായിട്ട് കണക്കാക്കുന്നത്. അതായത് ബിസിനസ്സും ബിസിനസ്മാനും രണ്ട് എൻറ്റിറ്റിയാണ്. അപ്പോൾ ബിസിനസ്മാൻ്റെ കയ്യിൽ നിന്നും ക്യാപിറ്റൽ സ്വീകരിച്ചത് കൊണ്ട് അതൊരു ലയബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. ഇനി കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ബിസിനസ് ഏതെങ്കിലും ഒരു മെത്തേഡ് അല്ലെങ്കിൽ പോളിസി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, ഓരോ വർഷവും അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല, എല്ലായ്പ്പോഴും എന്തായിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പ്രധാനമായിട്ടും കമ്പാരിസന് വേണ്ടിയിട്ടാണ്. ഓരോ വർഷം കഴിയും തോറും ഈ പറയുന്ന ഓരോ കാര്യങ്ങളും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസി ഉപയോഗിക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇയർ ആഫ്റ്റർ ഇയറിൽ ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ കൺസർവേറ്റിസം ഓൾറെഡി പറഞ്ഞല്ലോ, പോളിസി ഓഫ് പ്ലേയിങ് സേഫ് എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് അസറ്റിൻ്റെ വാല്യൂ എപ്പോഴും അത് പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് എത്രയാണോ അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് അസറ്റ് പർച്ചേസ് അല്ലെങ്കിൽ അസറ്റ് അക്യൂർ ചെയ്ത പ്രൈസാണ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത്. അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, അതൊന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അസറ്റിനകത്ത് അസറ്റായിട്ട് അക്കൗണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഇൻക്രീസിങ് ഡിക്രീസിങ് ഒക്കെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉൾപ്പെടുത്താനോ പാടില്ല. അതായത് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് എത്രയാണോ ആ പ്രൈസ് റെക്കോർഡ് ചെയ്യുക. ഇപ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 2020 2020 അസറ്റിൻ്റെ ആ ഒരു പ്രൈസ് ആയിരിക്കണം എന്നില്ല 2024 ഇനി വരാൻ പോകുന്ന 2025, 26 കാലയളവിലും. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നത് വരെ ഈ ഒരു അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അത് പർച്ചേസ് ചെയ്ത ഇയറിലായിരിക്കും. ഓക്കെ, അടുത്തത് മണി മെഷർമെൻ്റ് ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, അക്കൗണ്ടിങ് റെക്കോർഡ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം പണം കൊണ്ടാണ് ഒരു മൂല്യപ്പെടുത്തിയിരിക്കുന്നത്. അതായത് എന്തിനെയാണെന്നുണ്ടെങ്കിലും അക്കൗണ്ട് ചെയ്യുന്നത് പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഒരു അസറ്റിന് 2 ബിൽഡിംഗ് ഉണ്ട്, പക്ഷെ അത് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്, അതിൻ്റെ പ്രൈസ് മാത്രമാണ് കൗണ്ട് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ നിങ്ങൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 2 ബിൽഡിംഗ് എന്നല്ല വെക്കുന്നത്, ബിൽഡിംഗ് എത്രയാണോ അതിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെ മണി മെഷർമെൻറ്റ് എത്രയാണോ അതായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്, അല്ലേ?
അടുത്തതായിട്ട് വരുന്നത് ഒബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ വെരിഫയബിലിറ്റി ആണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഏതൊരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ടിംഗ് എവിഡൻസിൻ്റെ സഹായത്തോടു കൂടി ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മാച്ചിങ് കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഓരോ വർഷത്തെയും അസറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് മാച്ചിങ് കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഓരോ വർഷത്തെയും എക്സ്പെൻസും റവന്യൂ എന്തായിരിക്കണം, മാച്ച് ചെയ്യണം എന്നുള്ളതാണ് മാച്ചിങ് കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് പറയുന്നത്. ഇപ്പോൾ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അക്രൂഡ് റെന്റ് ആണ് അല്ലേ. ആ അക്രൂഡ് റെന്റ് കറന്റ് ഇയറിലെ റെന്റിനോടൊപ്പം ആഡ് ചെയ്യുന്നതൊക്കെ തന്നെ മാച്ചിങ് കോൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് ഫോളോ ചെയ്തു പോകുന്നത്. ഇനിയുള്ളൊരു കോൺസെപ്റ്റാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഐറ്റത്തിന് എന്ത് ചെയ്യണം, ഒഴിവാക്കുക. അതായത് ഇപ്പം സ്റ്റേഷനറി ഇതെല്ലാം തന്നെ എന്തായിട്ട് കണക്കാക്കാൻ പാടില്ല, അസറ്റ് ആയിട്ട് കണക്കാക്കാൻ പാടില്ല. പക്ഷേ ഇതിന് എന്തായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും, എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യും. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഇപ്പോൾ ഒരു ബണ്ടിൽ ഓഫ് പേപ്പർ, പെൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്റ്റേഷനറി ആയിട്ടോ ഒക്കെ അസറ്റ് ആയിട്ടല്ലല്ലോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, എപ്പോഴും എന്തായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നൊരു എക്സ്പെൻസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സും ബിസിനസ്മെനും സെപ്പറേറ്റ് എൻറ്റിറ്റി ആണെന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. സോ അടുത്തൊരു കോൺസെപ്റ്റാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ആയിട്ടുള്ള അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് വരുന്നത്. അതായത് ഏതൊരു ഡെപ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, ക്രെഡിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മണി മെഷർമെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് ട്രാൻസാക്ഷൻ വിച്ച് ആർ മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി ഓൺലി ബി റെക്കോർഡഡ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് ഒരു ലോങ് പീരീഡിലേക്കായിരിക്കും റൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അസറ്റിനെ ഫിക്സഡ് എന്നും അതുപോലെ കറന്റ് എന്നും അതുപോലെ ലോങ് ടേം ലയബിലിറ്റീസ് എന്നും ഷോർട്ട് ടേം ലയബിലിറ്റീസ് എന്നും ഒക്കെ തന്നെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറഞ്ഞല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അടുത്തൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിനെ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൽ ഏതാണ് ഏറ്റവും ചെറുത് അതാണ് നമ്മൾ കൺസർവേറ്റിസം കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് എടുക്കുന്നത്. ഇനി കൺസർവേറ്റിസം കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊന്നാണ് എല്ലാ ലോസസിനും എന്ത് ചെയ്യുക, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. മണി മെഷർമെന്റ് കോൺസെപ്റ്റിന്റെ ഉദാഹരണമാണ് 100 kg റൈസ് അറ്റ് 20 rupees പർച്ചേസ് ചെയ്തു, ഗ്രോസറി ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത് റെക്കോർഡ് ചെയ്തത് 2000 ആയിട്ടാണ്. അപ്പം ഈ ഒരു റൈസിന്റെ കിലോ അല്ല ഇവിടെ എടുത്തിട്ടുള്ളത്, എന്താ എടുത്തിട്ടുള്ളത്, അതിന്റെ മണിയാണ് അല്ലേ. ഇപ്പൊ 2000 രൂപയാണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ബിസിനസ് എൻറ്റിറ്റിക്കകത്ത് വരുന്നതാണ് ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ആണെന്നുള്ളൊരു കോൺസെപ്റ്റ്. ആൻഡ് ഗോയിങ് കൺസേൺ ആൻഡ് മാച്ചിങ് കോൺസെപ്റ്റിനകത്ത് വരുന്നൊരു മറ്റൊരു പോയിന്റ് ആണ് ചാർജിങ് ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് എവരി ഇയർ ടിൽ ദി എൻഡ് ഓഫ് ദ ലൈഫ്. അതായത് അസറ്റിന് ഡിപ്രീസിയേഷൻ എടുക്കുക എന്നുള്ളത് ഗോയിങ് കൺസേൺ അല്ലെങ്കിൽ മാച്ചിങ് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇനി അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും പ്രോഫിറ്റ് ആൻഡ് ലോസ് മെഷർ ചെയ്യാനും വേണ്ടിയിട്ട് അതിനൊരു 12 months ഇന്റർവെല്ലായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ 12 മാസം അവസാനിക്കുമ്പോഴാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും സബ്മിറ്റ് ചെയ്യുന്നത്, അതായത് ബിസിനസിന്റെ പ്രോഫിറ്റും ലോസും മെഷർ ചെയ്യപ്പെടുന്നത്. അക്കൗണ്ടിങ്ങിന്റെ തിയറി ബേസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അഥവാ ഗ്യാപ്പിനെ പ്രധാനമായിട്ടും 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ് എന്നും കോൺസെപ്റ്റ്സ് ആൻഡ് അസംഷൻ എന്നും അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്നും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നും 3 ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഓർ അസംഷൻസിന്റെ അണ്ടറിൽ വരുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഒക്കെ. ഇനി കൺവെൻഷൻ പ്രിൻസിപ്പിളിന്റെ അണ്ടറിൽ വരുന്നതാണ് ഡ്യുവൽ ആസ്പെക്ട്, റിയലൈസേഷൻ, കോസ്റ്റ് കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്, കൺസർവേറ്റിസം കോൺസെപ്റ്റ് ആൻഡ് മെറ്റീരിയാലിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇഷ്യൂ ചെയ്യുന്ന സ്റ്റാൻഡേർഡുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നും പഠിക്കുമ്പോൾ ഇവയുടെ എക്സാമ്പിൾ വെച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും.
അതായത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് വരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെ വിശകലനം ചെയ്ത് പഠിക്കുന്നതാണ് എപ്പോഴും കുറെ കൂടി എളുപ്പം, അതുപോലെ തന്നെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. വരുന്ന പ്രധാനമായിട്ടുള്ള ടോപ്പിക്കാണ് ഹോൾഡിംഗ് കമ്പനീസിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഹോൾഡിംഗ് കമ്പനി എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ 50% ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള കമ്പനികളാണ് ഹോൾഡിംഗ് കമ്പനി. ഇത്തരത്തിൽ ഹോൾഡ് ചെയ്യപ്പെടുന്ന ഷെയറുള്ള കമ്പനികളാണ് സബ്സിഡറി കമ്പനി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി റെഫേഴ്സ് ടു ദി കോൺസെപ്റ്റ് ദാറ്റ് ഇറ്റ്സ് ഓൺ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റോക്ക് ഓഫ് അതർ കമ്പനീസ്, ദാറ്റ് മീൻസ് സബ്സിഡറി കമ്പനീസ്. And the parent company, അതായത് holding company, does not produce any kind of goods or service or conduct any other business operations. Rather, holding company hold controlling stock in other company. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഹോൾഡിംഗ് കമ്പനി മറ്റൊരു കമ്പനിയുടെ ഷെയറിനെ കൺട്രോൾ ചെയ്യുകയും ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഷെയർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സബ്സിഡറി കമ്പനിയുടെ മാനേജ്മെന്റിനെ കൺട്രോൾ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇനി പ്രധാനമായിട്ടുള്ള ഹോൾഡിംഗ് കമ്പനികളുടെ ടൈപ്സ് നമുക്ക് നോക്കാം. പ്യുവർ ഹോൾഡിംഗ് കമ്പനിയുണ്ട്, മിക്സഡ് ഹോൾഡിംഗ് കമ്പനിയുണ്ട്, ഇമ്മീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനിയുണ്ട്, ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനിയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പ്യുവർ ഹോൾഡിംഗ് കമ്പനി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്യുവർ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് മറ്റൊരു കമ്പനിയുടെ ഷെയർ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്ത് വെക്കുക, അതുമാത്രം ചെയ്യുന്ന കമ്പനികളാണ് പ്യുവർ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. എന്നാൽ മിക്സഡ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഷെയർ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് മാത്രമല്ല, അത് അവരെന്തും കൂടി ചെയ്യുന്നുണ്ട്, ആ ഒരു ബിസിനസ് ഓപ്പറേഷൻസ് കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മിക്സഡ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയാം. ഇമ്മീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറി കൺട്രോൾ വൺ ഓർ മോർ സബ്സിഡറീസ്, അതായത് ഒന്നിലധികം സബ്സിഡറി കമ്പനീസ് വരുന്നവയാണ് ഇമ്മീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഇനി ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് എ സബ്സിഡറി കമ്പനി ഓഫ് അനദർ ഹോൾഡിംഗ് കമ്പനി ബട്ട് ഓൾസോ ഹാസ് ഇറ്റ്സ് ഓൺ സബ്സിഡറീസ്. അതായത് ഇപ്പോൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് മറ്റൊരു കമ്പനിയുടെ സബ്സിഡറി ആണ്, എന്നിട്ട് ആ കമ്പനി അനദർ കമ്പനിയുടെ ഷെയറുകൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ABC, അതിൽ A എന്ന് പറയുന്ന കമ്പനി B എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ A ഹോൾഡിങ്ങും B സബ്സിഡറിയുമാണ്. ഇനി ഈ പറയുന്ന B എന്ന് പറയുന്ന കമ്പനി C എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ അവിടെ B ഹോൾഡിങ്ങുമാകും, C എന്തുമാകും, സബ്സിഡറിയുമാകും. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളാണ് ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എസ്പെഷ്യലി ഈ പറയുന്ന അസഷൻ, റീസണിങ്, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ളൊരു പോർഷനാണ്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹോൾഡിംഗ് കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയുടെയും ഹോൾഡിംഗ് കമ്പനിയുടെയും കൂടി ചേർന്നുകൊണ്ട് തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഹോൾഡിംഗ് കമ്പനി മസ്റ്റ് പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് combining the financial statement of holding company and subsidiary if they were a single entity. അതായത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും ചേരുമ്പോൾ, അതായത് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ എത്രത്തോളം ഷെയർ പർച്ചേസ് ചെയ്തുകൊണ്ട് ആ ഒരു കമ്പനി ഹോൾഡ് ചെയ്യുമ്പോൾ അതൊരു സിംഗിൾ എൻറ്റിറ്റി ആയി മാറുകയും അപ്പോൾ രണ്ട് കൺസേൺ, അതായത് ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും കൂടി ചേർന്നുകൊണ്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പൈനിങ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ പോലെ തന്നെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ കമ്പോണൻസ് നമുക്ക് നോക്കാം. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇത് മൂന്നുമാണ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് ഓഫ് സ്പെസിഫിക് ഐറ്റംസ്, അതായത് ഈ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വരുന്ന ചില ഐറ്റത്തിൻ്റെയൊക്കെ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്.
അതിൽ ആദ്യത്തേത് ഗുഡ് വിൽ ഓൺ കൺസോൾട്ടേഷൻ ആണ്. ഇപ്പോൾ ഗുഡ് വിൽ ഓൺ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് അസറ്റ് അക്യൂർ ചെയ്ത കോസ്റ്റിനേക്കാൾ അധികം അതിൽ നിന്നും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഗുഡ് വിൽ ആയിട്ട് കണക്കാക്കുന്നത്. ഗുഡ് വിൽ ഈസ് റെക്കഗ്നൈസ്ഡ് when the acquisition cost exceed the fair value of the net identifiable asset of the subsidiary, and it's tested for impairment annually and adjusted the financial statement if necessary. അടുത്തായിട്ട് വരുന്നൊരു പോയിന്റ് ആണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ 70% ഷെയർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഹോൾഡിംഗ് കമ്പനിയും ബാലൻസ് വരുന്ന ഈ ഒരു 30% അല്ലെങ്കിൽ ഒരു 20% ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള കമ്പനികളെയാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ പോർഷൻ ഓഫ് സബ്സിഡറി നെറ്റ് അസറ്റ് നോട്ട് അലൗഡ് ബൈ ദ ഹോൾഡിംഗ് കമ്പനി ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അതായത് ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്യാത്ത അസറ്റുകൾ ഹോൾഡ് ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് കൂടി അറിയപ്പെടാറുണ്ട്. അപ്പോൾ മൈനോറിറ്റി ഇൻട്രസ്റ്റിനെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ ഇക്വിറ്റി സെക്ഷനകത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്തത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ ആണ്. അതായത് ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ സബ്സിഡറി കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ട് ഗുഡ്സ് വിൽക്കുന്ന സമയത്തുണ്ടാകുന്ന അൺറിയലൈസ്ഡ് പ്രോഫിറ്റിനെ എലിമിനേറ്റ് ചെയ്യും. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് അതിനെ എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ഡൺ ബൈ അഡ്ജസ്റ്റിംഗ് റിലവന്റ് ഇൻവെന്ററി, ഫിക്സഡ് അസറ്റ്സ് ഓർ പ്രോഫിറ്റ് ഐറ്റംസ്. ഇനി അടുത്ത ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബൈ ദ സബ്സിഡറി ടു ദ ഹോൾഡിംഗ് company should be eliminated against the holding company share of the subsidiary profit. അതായത് ഇപ്പോൾ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഡിവിഡൻഡ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റിനാണ് അവിടെ എന്ത് കൊടുക്കേണ്ടത്, ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. എന്നാൽ ഇവിടെ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനി ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യപ്പെടും. അതായത് സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നുള്ള ഡിവിഡൻഡ് ഡിക്ലറേഷൻ അവിടെ എന്ത് ചെയ്യപ്പെടും, എലിമിനേറ്റ് ചെയ്യപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആർക്കാണ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഓൺലി എക്സ്റ്റേണൽ ഷെയർ ഹോൾഡേഴ്സ്. എക്സ്റ്റേണൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഈ മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ആണ് എക്സ്റ്റേണൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനി ഇവിടെ സബ്സിഡറി കമ്പനിയുടെ മേൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് ആക്ച്വലി. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി കമ്പനി അപ്പിയറിംഗ് ദ ഹോൾഡിംഗ് കമ്പനി ബാലൻസ് ഷീറ്റ് ഈസ് എലിമിനേറ്റഡ് അഗെയിൻസ്റ്റ് ദ ഹോൾഡിംഗ് കമ്പനി ഷെയർ ഇക്വിറ്റി ഇൻ ദ സബ്സിഡറി. അതായത് ഹോൾഡിംഗ് കമ്പനി ഷെയർ പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവർ എന്ത് ചെയ്യുവാണ്, സബ്സിഡറി കമ്പനിയുടെ ഷെയറിന് മേൽ അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാണ് അല്ലെ. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ അവിടെ എന്ത് ചെയ്യപ്പെടും, എലിമിനേറ്റ് ചെയ്യപ്പെടും. സോ ദിസ് എലിമിനേഷൻ ഗീവ് റൈസ് എയ്തർ ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലിക്വിഡേഷനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു കമ്പനി അവരുടെ ആക്ടിവിറ്റീസ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് ആ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 തരത്തിലാണ്. ഇന്നബിലിറ്റി ടു പേ ഡെപ്റ്റ്സ്, ഗ്രൗണ്ട്സ് അതർ ദാൻ ഇന്നബിലിറ്റി ടു പേ ഡെപ്റ്റ്സ്, വോളണ്ടറി വൈൻഡിങ് അപ്പ്. അതായത് ഒരു കമ്പനിക്ക് അവരുടെ ഡെപ്റ്റ്സ് പേ ചെയ്യാൻ കേപ്പബിലിറ്റി ഇല്ല, അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യും. അതാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്സ് വിത്ത് ദ റെഗുലേഷൻസ് അത് ഉൾപ്പെടുന്നത്. ഇനി ഇന്നബിലിറ്റി ടു പേ ഡെപ്റ്റ്സ് അല്ലാണ്ടുള്ള റീസൺസ് ആണെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ടും കോർട്ട് റൂളും പ്രകാരമാണ് ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ്. അപ്പോൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് 2017 മാർച്ച് 31 വരെ കമ്പനീസ് ആക്ടിന്റെയും കോർട്ട് റൂളിന്റെയും പരിധിയിലാണ് ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ 2017 ഏപ്രിൽ 1 ശേഷം ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡിന്റെ സെക്ഷൻ 59 പ്രകാരമാണ് ഈ ഒരു ലിക്വിഡേഷൻ പ്രോസസ് റെഗുലേഷൻസ് ഒക്കെ നടക്കുന്നത്. ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സുകളാണ് റിയലൈസേഷൻ അക്കൗണ്ട്, ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളവ. റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഫേമിന്റെ പ്രോഫിറ്റ് ലോസ്, അതായത് ലിക്വിഡേഷൻ ടൈമിൽ അതിന്റെ പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ എല്ലാ അസറ്റുകളും, അതിനകത്ത് ക്യാഷും ബാങ്ക് ബാലൻസും അതുപോലെ ഫിക്റ്റീഷ്യസ് അസറ്റും ഒഴിവാക്കി ബാക്കി എല്ലാ അസറ്റുകളും എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് അതിന്റെ ബുക്ക് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്.
അതുപോലെ തന്നെ ലയബിലിറ്റീസ്, അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി റിസർവും ഒഴിവാക്കി ബാക്കി എല്ലാം തന്നെ അതിന്റെ ബുക്ക് വാല്യൂ തന്നെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതിനുശേഷം ഇതിന്റെ സെയിൽസ് പ്രൊസീജിയേഴ്സ് ആണ്, അതായത് അസറ്റ് സെയിൽ നടത്തി ക്രെഡിറ്റ് സൈഡിലും ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് നടത്തിയിട്ട് ഡെബിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യും. ഈ ഒരു റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കി ഏത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്, അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇനി ലിക്വിഡേറ്റേഴ്സിന്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ടും ഇതിനോടൊപ്പം തന്നെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. റിസീപ്റ്റ്, അതായത് സെയിൽ ഓഫ് അസറ്റ്, കോൾ ഓൺ ഷെയർ ഹോൾഡേഴ്സുമാണ് റിസീപ്റ്റ് ആയിട്ട് വരുന്നത്. പേയ്മെന്റ് എന്ന് പറയുന്നത് ലീഗൽ ഫീസും ലിക്വിഡേഷൻ എക്സ്പെൻസും ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റും പ്രിഫറൻഷ്യൽ ഡെപ്സും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സിന്റെ പേയ്മെന്റും ഷെയർ ഹോൾഡേഴ്സ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ദിസ് സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ദ സമ്മറി ഓഫ് ഓൾ ട്രാൻസാക്ഷൻ കണ്ടക്ടഡ് ഡ്യൂറിംഗ് ദ ലിക്വിഡേഷൻ പ്രോസസ്സ്. ഒരു ഫേമിന്റെ ലിക്വിഡേഷൻ ടൈമിൽ അതിനകത്ത് ചില പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്, അതായത് ഒരു പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് പേയ്മെന്റ് നടത്തപ്പെടുന്നത്. ആദ്യം തന്നെ ലിക്വിഡേറ്റേഴ്സ് എക്സ്പെൻസുകളാണ് പേ ചെയ്യപ്പെടുന്നത്, ഫീസും എക്സ്പെൻസുമാണ് പേ ചെയ്യപ്പെടുന്നത്. ഇനി പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്റെ ആണ് അടുത്ത പേയ്മെന്റ് എന്ന് പറയുന്നത്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അൺപെയ്ഡ് വേജസ് ഓഫ് എംപ്ലോയീസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ടാക്സസ് ഡ്യൂ ടു ദി ഗവൺമെന്റ്, ഇതെല്ലാം തന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനകത്ത് ഉൾപ്പെടും. അപ്പോൾ ഒരു ലിക്വിഡേഷൻ സംഭവിക്കുന്ന സമയത്ത്, അതായത് ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പനിയുടെ പേയ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രയോറിറ്റിയുടെ അല്ലെങ്കിൽ പ്രിഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ആദ്യമേ തന്നെ ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസുകളാണ് മീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പേയ്മെന്റ് നടത്തും. അതിനുശേഷമാണ് സെക്യൂരിറ്റി ക്രെഡിറ്റേഴ്സിന്, അതായത് ഒരു സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഹോൾഡ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ക്രെഡിറ്റേഴ്സ് ആണ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നവരാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനും സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനും ശേഷം മാത്രമാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനുള്ള തുക കൊടുക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും? സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അതായത് ഷെയർ ഹോൾഡേഴ്സിനും മറ്റും അതുപോലെ തന്നെ ഡെപ്സ് പേയ്മെന്റിനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? ഈ സർപ്ലസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി ഈ ഒരു ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന ടേംസ് ആണ് ലിക്വിഡേറ്റേഴ്സ്, കോൺട്രിബ്യൂട്ടേഴ്സ്, കോൾ ഓൺ അൺപെയ്ഡ് ക്യാപിറ്റൽ. അപ്പോൾ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ലിക്വിഡേഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നതിന് ഭാഗമായിട്ടുണ്ടാകുന്ന എക്സ്പെൻസ് ആണ്. കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the person liable to contribute to the asset of the company in liquidation typically shareholders ആണ്. അപ്പം ഈ ഒരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ അസറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നവരെയാണ് കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നത് കോൾസ് ഓൺ അൺപെയ്ഡ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ കോൾസ് ഓൺ അൺപെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ലി പെയ്ഡ് ഷെയർസിന്റെ കേസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ലിക്വിഡേറ്റേഴ്സ് എന്ത് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സിന്റെ ഈ ഒരു അൺപെയ്ഡ് പോർഷൻസ്, അതായത് പേയ്മെന്റ് നടത്താത്ത പോർഷൻസ് കൊടുത്തു തീർക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് കോൾ ഓൺ അൺപെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വളരെ റിലവന്റ് ആയിട്ടും അതുപോലെ റീസെന്റ് ആയിട്ടും വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു പോയിരുന്നു. അപ്പം ഈ ഒരു ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് കോർപ്പറേറ്റ് പേഴ്സൺസ് ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് ഫേംസ്, ഇൻഡിവിജ്വൽസ്, ഇവിടെ എല്ലാം തന്നെ ഇൻസോൾവെന്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അതിനെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക, അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു നിയമം നിലവിൽ വന്നത്. അപ്പം IBCയുടെ കീ കമ്പോണന്റ് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് ആണ്. ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫേം, അതായത് ഒരു കമ്പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചു, എന്നാൽ സമയബന്ധിതമായിട്ട് ആ പണം തിരികെ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറഞ്ഞ പോലെ പരാതി കൊടുക്കാൻ സാധിക്കും. അങ്ങനെ പരാതി കൊടുത്ത് അതിന്റെ പരിഹാരം എന്നോണമാണ് IBC നിലകൊള്ളുന്നത്. ആ ഒരു പ്രോസസ്സാണ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് ഉണ്ട്. അത് പ്രധാനമായിട്ടും കോർപ്പറേറ്റ് പേഴ്സൺസ് ആണ്. കോർപ്പറേറ്റ് പേഴ്സൺസ് എന്ന് പറയുന്നത് ആരാണ്? കമ്പനീസ്, അതുപോലെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേംസിനുമാണ് ഈ ഒരു പ്രൊസീജിയർ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇനി ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ കോർപ്പറേറ്റ് ഡെപ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സ്. ഈ 3 വ്യക്തികളാണ് ഈ ഒരു പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ
റെസൊല്യൂഷൻ പ്രൊഫഷണൽസ് എന്ത് ചെയ്യും, ഈ ഒരു പ്രോസസ്സിനെ ഓവർസീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് പ്രധാനമായിട്ടും കണ്ടക്ട് ചെയ്യുന്നത് ഒരു കമ്പനീസ് അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഒക്കെ തന്നെ അവരുടെ പേയ്മെന്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ അവരുടെ ഇന്നബിലിറ്റി ടു പേയ്മെന്റോ ഇൻസോൾവെന്റ് ആകുന്ന സമയത്തോ ആണ് ഈ ഒരു നടപടിക്രമങ്ങൾ എടുക്കുന്നത്. അപ്പം ഈ ഒരു പ്രൊസീജിയറിന് ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്? ഒന്നുകിൽ ഡെപ്റ്റർ ആയിരിക്കാം. ഡെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഈ പണം സ്വീകരിച്ച വ്യക്തിയാണ് ഡെപ്റ്റർ എന്ന് പറയുന്നത്. ക്രെഡിറ്റർ എന്ന് പറയുന്ന ആരാണ്? പണം കൊടുത്ത വ്യക്തിയാണ്. ഓക്കെ. ഇനി റെസൊല്യൂഷൻ പ്രൊഫഷണൽസിനെ ഇതിനായിട്ട് അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ഇനി ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് ഫോർ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ആപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽ ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫേം, ഇറ്റ് ഇൻവോൾവ് ഡെപ്റ്റർ or creditor initiating the process before debtor recovery tribunal. അപ്പം കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കമ്പനികളുടെ വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെടും. ഇനി നമ്മുടെ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിന് വരുന്നതാണ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും ക്രെഡിറ്റർ അല്ലെങ്കിൽ ഡെപ്റ്റർ ആർക്ക് മുമ്പാകെ കൊടുക്കുന്നത്? ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണലിന് മുമ്പാകെയാണ് ഈ ഒരു അപേക്ഷ കൊടുത്തുകൊണ്ട് ഈ ഒരു പ്രോസസ്സിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഓക്കെ. അടുത്തതായിട്ട് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് ഫോർ കോർപ്പറേറ്റ് പേഴ്സൺസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന 3 ആൾക്കാരാണ്. ആരൊക്കെയാണ്? ഫിനാൻഷ്യൽ ക്രെഡിറ്റർ, ഓപ്പറേഷൻ ക്രെഡിറ്റർ, കോർപ്പറേറ്റ് ക്രെഡിറ്റർ. കോർപ്പറേറ്റ് ഡെപ്റ്റർ ആരാണ്? ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എന്ന് പറയുന്നത് ഫണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള, അതായത് സാമ്പത്തിക സഹായം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളവരാണ് ഈ ഒരു ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലയേഴ്സ്, വെൻഡേഴ്സ്, എംപ്ലോയീസ് അങ്ങനെയുള്ളവരാണ് ഈ ഒരു ഓപ്പറേഷൻ ക്രെഡിറ്ററുമായി ബന്ധപ്പെട്ട്, അതായത് ബിസിനസ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്നവരാണ് ഓപ്പറേഷൻ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഇനി കോർപ്പറേറ്റ് ഡെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാ ഒരു കമ്പനി പറയുവാണ് അവർക്ക് ഈ പറഞ്ഞ ബാധ്യതകളൊന്നും കൊടുത്തു തീർക്കാൻ പറ്റില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിയമ നടപടികൾ എടുത്തോളൂ എന്ന് പറയുകയാണെങ്കിൽ അവിടെ കോർപ്പറേറ്റ് ഡെപ്റ്റർ വരും. ഇനി ആരാണ് ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് മറക്കരുത്, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലാണ്. അപ്പോൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ പോയിന്റും വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മൊറട്ടോറിയം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ മൊറട്ടോറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലീഗൽ ആക്ഷൻ എടുക്കുന്നത് മുതലുള്ള ഒരു പീരീഡ് ആണ് മൊറട്ടോറിയം പീരീഡ് എന്ന് പറയുന്നത്. അതായത് റിക്കവറി ആക്ഷൻസ് എടുക്കുന്നത് വരെ ഈ ഒരു പീരീഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അടുത്തത് ഇന്റീരിയം റിസൊല്യൂഷൻ പ്രൊഫഷണൽസിനെ അപ്പോയിന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇന്റീരിയം റിസൊല്യൂഷൻ പ്രൊഫഷണൽസിനെ പ്രധാനമായിട്ടും അപ്പോയിന്റ് ചെയ്യുന്നത് അവിടുത്തെ അസറ്റിന്റെ കൺട്രോൾ ഏറ്റെടുക്കുക, അതുപോലെ ആ ഒരു ബിസിനസിന്റെ ഓപ്പറേഷൻസ് ഏറ്റെടുക്കുക, അതുപോലെ കമ്മിറ്റി, ക്രെഡിറ്റേഴ്സിന്റെ ഒരു കമ്മിറ്റി രൂപീകരിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പ്രൊഫഷണൽസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഈ ഒരു ഇന്റീരിയം റിസൊല്യൂഷൻ പ്രൊഫഷണൽസിനെ എന്ത് ചെയ്യും? റെസൊല്യൂഷൻ പ്രൊഫഷണലായിട്ട് എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യും. അതായത് ഈ ഒരു കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ നിബന്ധനയോട് കൂടിയിട്ട് ഈ IRPകളെ RP ആയിട്ട് റീപ്ലേസ് ചെയ്യും എന്നുള്ളതാണ്. ഇനി കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്റെ കമ്മിറ്റിയാണ് പ്രധാനമായിട്ടും ഈ പറയുന്നത്. ഓക്കെ. അപ്പോൾ കമ്മിറ്റി ഓൺ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് റെസൊല്യൂഷൻ പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഒരു ഈ ഒരു NCLTക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത് കമ്മിറ്റി ഓൺ ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ NCLT എന്ന് പറയുന്നത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആണ്. അതായത് ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുവാണ് അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യുവാണ്. ആ ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അവർക്ക് കൊടുത്തു തീർക്കേണ്ടതെല്ലാം ഇത്രയാണ്, അതിൽ ഇങ്ങനെയൊക്കെ വീതിക്കണം എന്നുള്ളതാണ് ഈ ഒരു റെസൊല്യൂഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ അസറ്റ് ഇത്രത്തോളം ഉണ്ട്, ആ അസറ്റിൽ നിന്നും ഇത്രത്തോളം അവർക്ക് റിക്കവറി കൊടുക്കാം എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ഈ ഒരു റെസൊല്യൂഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാൻ കമ്മിറ്റി ഓൺ ക്രെഡിറ്റേഴ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. അത് സബ്മിറ്റ് ചെയ്യുന്നത് ആർക്ക് മുമ്പാകെയാണ്? NCLTക്ക് മുമ്പാകെയാണ്. ഇനി എന്താണ് റെസൊല്യൂഷൻ പ്ലാൻ എന്ന് പറയുന്നത്? റെസൊല്യൂഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RP invite the resolution plan from potential bidders and committee of creditors evaluate and approve the plan and which submitted to the NCLT approval, and the plan must to ensure the maximization of value of all stakeholders at finally approval or liquidation ആണ്. അപ്പോൾ ഈ ഒരു റെസൊല്യൂഷൻ പ്ലാൻ NCLT അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? എയ്തർ ഒരു കമ്പനി തുടർന്നുകൊണ്ടേയിരിക്കും, അതല്ല ഈ ഒരു റെസൊല്യൂഷൻ പ്ലാൻ അപ്രൂവൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? ലിക്വിഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു റെസൊല്യൂഷൻ പ്ലാൻ അപ്രൂവ് ചെയ്തു, ഇത്രത്തോളം അസറ്റ് ഉണ്ട്, അതിങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ കമ്പനി അതെല്ലാം കൊടുത്തു തീർത്ത് വീണ്ടും മുന്നോട്ട് പോകും. എന്നാൽ ഈ പറഞ്ഞ റെസൊല്യൂഷൻ പ്ലാൻ അവർക്ക് ഒരിക്കലും അപ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യും? ലിക്വിഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്.
അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്രൊസീഡ്സ് ഫ്രം ദ ലിക്വിഡേഷൻ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഫോളോവിങ് ഓർഡർ. അതായത് ഈ ഒരു ലിക്വിഡേഷൻ പ്രൊസീജിയറിൽ എങ്ങനെയാണ് ഓരോരുത്തർക്കുമുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇൻഷുറൻസ് റെസൊല്യൂഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റ്, അതേപോലെ തന്നെ ലിക്വിഡേഷൻ കോസ്റ്റ് ആണ് ആദ്യമേ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനും വർക്ക്മെൻസ് ഡ്യൂവും കൊടുത്തു തീർക്കും. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്തെങ്കിലും പേയ്മെന്റ് ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ റിമൈനിങ് ഡെപ്സിന് കൊടുത്തു തീർക്കും. ലാസ്റ്റ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഒരു സർപ്ലസ് ഉണ്ടെങ്കിൽ ആ ഒരു സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് വോയേജ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം കഴിഞ്ഞ നമ്മുടെ എക്സാം ആയിട്ടുള്ള NVT കൊമേഴ്സ്, അതായത് നോൺ വൊക്കേഷണൽ ടീച്ചേഴ്സ് കൊമേഴ്സ് എക്സാമിൻ്റെ സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ് വോയേജ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനും അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വോയേജ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ വോയേജ് അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും തയ്യാറാക്കുന്നത് ഷിപ്പിംഗ് കമ്പനീസ് ആണ്. അതായത് ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റും ലോസും, അതായത് ഒരു വോയേജിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോയേജ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്യും, അതുപോലെ എല്ലാ ഇൻകത്തിനും എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഇനി എന്തൊക്കെയാണ് ഒരു വോയേജ് അക്കൗണ്ടിൽ ഉൾപ്പെടുന്ന ഡെബിറ്റ് ഐറ്റംസ് അതേപോലെ ക്രെഡിറ്റ് ഐറ്റംസ് നമുക്ക് നോക്കാം. അപ്പം എക്സ്പെൻസുകളെയാണ് ഡെബിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ബങ്കർ കോസ്റ്റ്, സാലറി, അഡ്രസ് കമ്മീഷൻ, ഡിപ്രീസിയേഷൻ, സ്റ്റോഴ്സ്, മാനേജേഴ്സ് കമ്മീഷൻ, സ്റ്റുവൻറ്ററി, ബ്രോക്കേജ്, ഇൻഷുറൻസ്, ഇങ്ങനെയുള്ളതൊക്കെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി ഇൻകം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫ്രൈറ്റ് ഇൻവാർഡ്, ഔട്ട്വാർഡ്, പ്രിമേജ്, പാസേജ് മണി. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഇതിൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തൊരു പ്രധാന പോയിന്റ് ആണ് ഇൻകംപ്ലീറ്റ് വോയേജ് എന്ന് പറയുന്നത്. അതായത് ഒരു വോയേജ് സ്റ്റാർട്ട് ചെയ്തു, അതായത് വോയേജ് എന്ന് പറയുന്നത് ഒരു ഷിപ്പിംഗ് ബിസിനസ് അല്ലെങ്കിൽ ലോഡും പാസഞ്ചേഴ്സുമായിട്ട് അല്ലെങ്കിൽ കാർഗോയും പാസഞ്ചേഴ്സുമായിട്ട് ഷിപ്പ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വോയേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വോയേജ് എന്ന് പറയുന്നതിന് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ടായിരിക്കും. ആ ടൈം പീരീഡ് കഴിഞ്ഞിട്ടും ആ വോയേജ് കംപ്ലീറ്റ് ആയില്ല, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ സ്റ്റിൽ ആ ഒരു വോയേജ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻകംപ്ലീറ്റ് വോയേജ് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ ഒരു വോയേജ് കംപ്ലീറ്റ് ആകണം, എന്നാൽ ആ പീരീഡ് ആയിട്ട് പോലും ആ ഒരു വോയേജ് കംപ്ലീറ്റ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിനെ ഇൻകംപ്ലീറ്റ് വോയേജ് എന്ന് പറയും. അപ്പം ഇൻകംപ്ലീറ്റ് വോയേജ് വരുന്ന സമയത്ത് എക്സ്പെൻസ് ആയിക്കോട്ടെ ഇൻകം ആയിക്കോട്ടെ അതെന്ത് ചെയ്യും, ഒരു പ്രൊപ്പോർഷനേറ്റ്, അതായത് കംപ്ലീറ്റ് ആയതും കംപ്ലീറ്റ് ആവാത്തതും ആ ഒരു പ്രൊപ്പോർഷനേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുന്നത്. And the proportionate expense relating to incomplete voyage is treated as the progress and carry forward in voyage in progress. അതായത് വോയേജ് കംപ്ലീറ്റ് ആവേണ്ട ടൈം കഴിഞ്ഞതിന് ശേഷവും വോയേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പീരീഡിൽ ഉണ്ടാകുന്ന എക്സ്പെൻസ്, അതായത് ഇൻകംപ്ലീറ്റ് വോയേജിൻ്റെ എക്സ്പെൻസിനെ വോയേജ് ഇൻ പ്രോഗ്രസ് എന്നുള്ള രീതിയിലാണ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഇനി വോയേജ് ഇൻ പ്രോഗ്രസ് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ വോയേജ് അക്കൗണ്ട്, ആ വോയേജ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഈ വോയേജ് ഇൻകംപ്ലീറ്റ് ഈ വോയേജ് ഇൻ പ്രോഗ്രസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് അപ്പിയർ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് വോയേജ് അക്കൗണ്ട്. ഇൻകംപ്ലീറ്റ് വോയേജ് അപ്പിയർ ദ വോയേജ് അക്കൗണ്ട് on the debit side and the freight received in advance and passage in money received in advance. അതായത് ഈ ഒരു ഇൻകം ആണെന്നുണ്ടെങ്കിൽ, അതായത് വോയേജ് കംപ്ലീറ്റ് ആകേണ്ട ടൈമായി, പക്ഷെ അതിനുശേഷം വോയേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബട്ട് അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏണിങ്സ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഈ ഒരു ഇൻകംപ്ലീറ്റ് പോർഷൻ്റെ ഇൻകത്തിന് എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡിലുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻകംപ്ലീറ്റ് വോയേജിൻ്റെ എക്സ്പെൻസിനെ വോയേജ് ഇൻ പ്രോഗ്രസ് എന്നുള്ള രീതിയിൽ ക്രെഡിറ്റ് സൈഡിലും ഇൻകം, അതായത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ദാറ്റ് മീൻസ് ഫ്രൈറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ പാസേജ് ഓഫ് മണി റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇത്തരത്തിൽ ഇൻകം അഡ്വാൻസ് ആയിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെവിടെയും റെക്കോർഡ് ചെയ്യും, ഡെബിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ റിസീവിംഗ് അഡ്വാൻസ് വിൽ ബി ഡിഡക്റ്റഡ് അഡ്വാൻസ് ഇൻകം ഓഫ് ഇൻകംപ്ലീറ്റ് വോയേജ് ഫ്രം ദ ടോട്ടൽ വോയേജ് and income shown on the debit side of voyage account, and paying advance will be deducted advance paying of incomplete voyage from the total expenses and shown on the voyage credit side of the voyage account. അപ്പം എക്സ്പെൻസ് നോർമലി ഡെബിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ വോയേജ് ഇൻ പ്രോഗ്രസിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എക്സ്പെൻസ് എവിടെ റെക്കോർഡ് ചെയ്യും, ക്രെഡിറ്റ് സൈഡിലും. ഇനി ഇൻകം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ക്രെഡിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ള ഇൻകം വോയേജ് ഇൻ പ്രോഗ്രസിന്റെ കേസിൽ എവിടെ റെക്കോർഡ് ചെയ്യും, ഡെബിറ്റ് സൈഡിലുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേർണൽ എൻട്രിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The income credited to voyage account and the portion of incomplete voyage should be debited on the following journal entry. അതായത് ഇൻകം സാധാരണഗതിയിൽ വോയേജ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഇൻകംപ്ലീറ്റ് വോയേജിന്റെ ഭാഗമായിട്ടുള്ള ഇൻകം ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നത് വോയേജ് അക്കൗണ്ട് അറ്റർ ടു വോയേജ് ഇൻ പ്രോഗ്രസ്, അതായത് ഇൻകം.
ഇനി എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് വോയേജ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്, ഇൻകംപ്ലീറ്റ് വോയേജിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. വോയേജ് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് അറ്റഡ് ടു, ദാറ്റ് മീൻസ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു വോയേജ് അക്കൗണ്ട്. ഇന്നവേറ്റീവ് അക്കൗണ്ട്സ്, ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ സിലബസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ പോലും ഈ ഒരു ടോപ്പിക് അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നവേറ്റീവ് അക്കൗണ്ട്സിനകത്ത് വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, ഫോറൻസിക്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എൻവയോൺമെന്റൽ, ഇൻവെസ്റ്റ്മെന്റ്, പ്രോആക്റ്റീവ്, ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എടുത്ത് തന്നെയാണ് സിലബസിനകത്ത് പറയുന്നത്. ഞാൻ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഇന്നോവേറ്റീവ് അക്കൗണ്ടിങ് എന്നൊരു ടൈറ്റിൽ കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഫേമിന്റെ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ഇൻകം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. ഇനി ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പരമായിട്ടുള്ള ക്രൈം, എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ വരുവാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോറൻസിക് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. അതായത് സാമൂഹിക പ്രതിബദ്ധത അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടി ചിലവാക്കുന്ന ആ ഒരു എക്സ്പെൻസ് ഇൻകം റെക്കോർഡ് ചെയ്യുന്നതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് എൻവയോൺമെന്റൽ അക്കൗണ്ടിങ്. എൻവയോൺമെന്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? പരിസ്ഥിതിപരമായിട്ട് അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്ന അക്കൗണ്ടിങ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് എൻവയോൺമെന്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പൊല്യൂഷൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ അക്കൗണ്ടിങ്ങിന്റെ പരിധിയിൽ വരുന്നതാണ്. അതുപോലെ വരുന്ന മറ്റൊന്നാണ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേണെ കുറിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിങ്. അതായത് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി പ്രൊയാക്റ്റീവ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, proactive accounting എന്ന് പറയുന്നത് taking active steps to understand the financial insights of the business and it identify the areas where the money is going out unnecessary and make them important financial things to be done at priority. അതായത് നമുക്കറിയാം ഒരു ബിസിനസ്സിന് അൺനെസസറി ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസുകൾ ഒക്കെ വരാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഫിനാൻഷ്യൽ തിങ്സിന്റെ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ വരുന്ന അക്കൗണ്ടിങ് രീതിയാണ് പ്രൊയാക്റ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇക്കണോമി ഇൻഫ്ലേഷനും ഡിപ്രഷനും ഫേസ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ പണപ്പെരുപ്പ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് തയ്യാറാക്കുന്ന അക്കൗണ്ടിങ് ആണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ, ഇതിൽ എല്ലായ്പ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന ടോപ്പിക് തന്നെയാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അമാൽഗമേഷൻ ഇസ് എ പ്രോസസ് ഓഫ് മെർജർ ഓഫ് 2 or more companies into a single entity. രണ്ടോ അതിലധികമോ കമ്പനീസ് ചേർന്നുകൊണ്ട് ഒരു സിംഗിൾ എൻറ്റിറ്റിയായി മാറുന്ന ഒരു പ്രോസസ്സാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി അമാൽഗമേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്യുന്നതാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അമാൽഗമേഷനകത്ത് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. അതായത് 2-ലധികം കമ്പനികൾ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ന്യൂ കമ്പനിയായി മാറും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുമായി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഫോമായി പ്രവർത്തിക്കുന്നതാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അമാൽഗമേഷൻ 2 തരത്തിലാണുള്ളത്. നേച്ചർ ഓഫ് മെർജറും ഉണ്ട്, ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസും ഉണ്ട്. അപ്പം അമാൽഗമേഷനെ കുറിച്ച് സൂചിപ്പിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 ആണ്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പർച്ചേസ് കൺസിഡറേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അമാൽഗമേഷൻ 2 തരത്തിലാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറും അടുത്തതെന്ന് പറയുന്നത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസുമാണ്. അപ്പോൾ ഈ പർച്ചേസ് നടക്കുന്ന സമയത്ത്, അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ സെക്യൂരിറ്റീസ്, ഷെയർ, അസറ്റ് ഒക്കെ തന്നെ ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് നടത്താറുണ്ട്. ഇതാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പർച്ചേസ് കൺസിഡറേഷൻ പ്രധാനമായിട്ടും 5 ടൈപ്പാണുള്ളത്. ഇപ്പോൾ പർച്ചേസ് കൺസിഡറേഷനെ കുറിച്ച് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 പ്രകാരമാണ്. ലംസം മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് എമൗണ്ട്, അതായത് ബയ്യർ സെല്ലറിന് ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുത്തുകൊണ്ട് പർച്ചേസ് നടത്തുന്നതാണ് ലംസം മെത്തേഡ് എന്ന് പറയുന്നത്. നെറ്റ് അസറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അസറ്റിന്റെ വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ്, പ്രത്യേകിച്ചും നെറ്റ് അസറ്റിന്റെ, അതായത് ടോട്ടൽ അസറ്റ്സിൽ നിന്നും ലയബിലിറ്റീസ് കുറച്ചുകൊണ്ടുള്ള നെറ്റ് അസറ്റിന് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് കൺസിഡറേഷൻ പേയ്മെന്റ് നടത്തുന്നതാണ് നെറ്റ് അസറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതിൽ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്, ലൈക്ക് ഗുഡ് വിൽ ഒക്കെ. നെറ്റ് പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ദ ബയ്യർ എഗ്രി ടു പേ ദ ലയബിലിറ്റി ഓഫ് ദ സെല്ലർ ആൻഡ് പർച്ചേസ് കൺസിഡറേഷൻ ഇസ് എ സം ഓഫ് ദീസ് പേയ്മെന്റ് പ്ലസ് ആൻ അഡീഷണൽ ക്യാഷ് ഓർ ഷെയർ പ്രൊവൈഡഡ് ടു ദി സെല്ലർ. അതായത് പർച്ചേസ് കൺസിഡറേഷൻ കൂടാതെ തന്നെ
അഡീഷണൽ ആയിട്ടുള്ള ക്യാഷ് ഷെയർസും ഒക്കെ കൊടുത്തുകൊണ്ട് ഉള്ള പേയ്മെന്റ് ആണ് നെറ്റ് പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡ് ആണ്. ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് പറയുന്നത് പരസ്പരം ഷെയറുകളെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഉള്ളൊരു മെത്തേഡാണ് ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ക്യാഷിന് പകരം ഷെയർ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുവാണ്, ഈ പറഞ്ഞ തരത്തിൽ ബയ്യർ സെല്ലറിൽ നിന്നും ഈ ഒരു അസറ്റ് ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുന്നതാണ് ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അമാൽഗമേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ അബ്സോർപ്ഷനും റീകൺസ്ട്രക്ഷനും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ചും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അമാൽഗമേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 2 അതിലധികമോ കമ്പനികൾ ചേർന്നുകൊണ്ടൊരു പുതിയ കമ്പനി രൂപീകരിക്കുന്നതാണ് അമാൽഗമേഷൻ. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് കമ്പനി മറ്റൊരു കമ്പനിയോ അല്ലെങ്കിൽ അതിലധികം കമ്പനികളോ ടേക്ക് ഓവർ ചെയ്യുന്നതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇൻ ദിസ് കേസ് ന്യൂലി ഫോംഡ് കമ്പനി ടേക്ക് ഓവർ ദ ബിസിനസ് ഓഫ് എക്സിസ്റ്റിംഗ് കമ്പനി. അതായത് ഒരു പുതിയ കമ്പനി നിലവിലുള്ള ഒരു പഴയ കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അമാൽഗമേഷനകത്ത് മിനിമം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 കമ്പനീസ് ഉൾപ്പെടുന്നുണ്ട്. അബ്സോർപ്ഷനകത്ത് 2 കമ്പനികളും, എന്നാൽ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഓൺലി 2 കമ്പനീസ്. അമാൽഗമേഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു കമ്പനി ഫോം ചെയ്യുക എന്നുള്ളതാണ്. അതായത് 2 കമ്പനികൾ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ഫോമായിട്ട് പോവുക എന്നുള്ളതാണ്. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുന്നില്ല, നിലവിലുള്ളൊരു കമ്പനി മറ്റൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നത് മാത്രമാണ്. എന്നാൽ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവിടെ ഒരു കമ്പനി മാത്രമായി മാറും. അതായത് നിലനിൽക്കുന്ന ഒരു കമ്പനി പുതിയൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു കമ്പനി മാത്രമായിട്ട് മാറുവാണ്. പ്രധാനമായിട്ടും അമാൽഗമേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ കട്ട് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടാണ്, ലാർജ് സ്കെയിൽ ഓപ്പറേഷനോ വേണ്ടിയിട്ടാണ്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞതും കോമ്പറ്റീഷനും അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ ഓപ്പറേഷനും വേണ്ടിയിട്ടാണ്. എന്നാൽ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിന് ഇല്ലാണ്ടാകുമ്പോഴാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആക്ച്വലി നടക്കുന്നത്. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് ഈ ഒരു ക്ലാസ്സുകളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ മിഡ് ടേം എക്സാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കാനുള്ള ഒരു അവസരവും പഠിച്ചവർക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരവുമാണ് നൽകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.